ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്കിൽ വൻ വർധന. നാട്ടിലേക്ക് പോകാൻ കഴിയാതെ ഒമാൻ പ്രവാസികൾ പ്രതിസന്ധിയിൽ. അവധിക്കാലത്തെ തിരക്കേറിയ സീസണിൽ മസ്കറ്റിൽ നിന്നും കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്കിൽ 50% വർധനവുണ്ടായിരിക്കുന്നത്. മെയ് 3-ാം വാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന വലിയ പെരുന്നാൾ അവധി ദിനങ്ങളോടനുബന്ധിച്ച് ഒമാനിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളുടെ വേനൽക്കാല അവധി ദിനങ്ങൾ ഈ വർഷം പതിവിലും നേരത്തെ ആരംഭിക്കും. എന്നാൽ അവധിക്കാലത്ത് നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന പ്രവാസി കുടുംബങ്ങൾക്ക് മുന്നിലെ വലിയ പ്രതിസന്ധിയാണ് ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്ക്. മെയ് 21 മുതൽ ഒമാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കുകളിൽ വലിയ വർധനവുണ്ടാകും. 20 മുതൽ 50% വരെയാണ് അവധിക്കാല സീസണിലെ വർധനവ്. ഡിമാൻഡ് കൂടുതലുള്ള ദിവസങ്ങളിൽ വൺ വേ ടിക്കറ്റിന് 100 മുതൽ 150 റിയാൽ വരെ നൽകണം. വാരാന്ത്യങ്ങൾ, പ്രവൃത്തി ദിനങ്ങൾ എന്നിവയെ ആശ്രയിച്ച് നിരക്കുകളിൽ വ്യത്യാസമുണ്ട്. മസ്കറ്റിൽ നിന്നും കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ വലിയ നിരക്ക് നൽകേണ്ടി വരും. മറ്റു വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് പോകണമെങ്കിൽ ഇതുതന്നെയാണ് സാഹചര്യം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കുവൈറ്റിൽ ഡോക്ടർമാർക്ക് നിർബന്ധിത ലൈസൻസിംഗ് പരീക്ഷ നടപ്പിലാക്കുന്നു. ആരോഗ്യമേഖലയുടെ നിലവാരം ഉയർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം. ആരോഗ്യമേഖലയുടെ നിലവാരം ഉയർത്തുന്നതിനായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം പുതിയ നിയമങ്ങൾ പ്രഖ്യാപിച്ചു. 2027 ജനുവരി 1 മുതൽ ഡോക്ടർമാർക്ക് ജോലി ലഭിക്കാൻ ദേശീയ ലൈസൻസിംഗ് പരീക്ഷ വിജയകരമായി പാസ്സാകണം. ഹ്യൂമൻ മെഡിസിൻ ബിരുദധാരികൾക്ക് കുവൈറ്റി മെഡിക്കൽ ലൈസൻസിംഗ് പരീക്ഷ നിർബന്ധമാകും. ദന്തവിദ്യാഭ്യാസം പൂർത്തിയാക്കിയവർക്ക് കുവൈറ്റി ഡെന്റൽ ലൈസൻസിംഗ് പരീക്ഷ പാസ്സാകണം. കുവൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സ്പെഷ്യലൈസേഷനോട് അനുബന്ധമായി ഒരു കുവൈറ്റി പരീക്ഷാ കൗൺസിൽ രൂപീകരിക്കാനും തീരുമാനമായി. ആരോഗ്യ സേവനങ്ങളുടെ നിലവാരം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആരോഗ്യമേഖലയിലെ AI സമ്മേളനത്തിന് ബഹ്റിൻ വേദിയാകും. ആരോഗ്യരംഗത്തെ നൂതന സാധ്യതകൾ ചർച്ച ചെയ്യും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും ഗവേഷകരും പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ആരോഗ്യരംഗത്തെ AI സാങ്കേതിക വിദ്യയുടെ വരും സാധ്യതകൾ ചർച്ച ചെയ്യും. അറേബ്യൻ ഗൾഫ് യൂണിവേഴ്സിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ബഹ്റിൻ AI സമ്മേളനം സംഘടിപ്പിക്കുന്നത്. നവംബർ 5 മുതൽ 7 വരെ മനാമയിലാണ് സമ്മേളനം. ഹൃദ്രോഗം, പ്രമേഹം, അമിതവണ്ണം എന്നിവ തടയുന്നതിലും അത്യാഹിത വിഭാഗങ്ങളിലെ ചികിത്സ മെച്ചപ്പെടുത്തുന്നതിലും നിർമ്മിത ബുദ്ധി വഹിക്കുന്ന പങ്ക് സമ്മേളനം ചർച്ച ചെയ്യും. ഹൃദ്രോഗ സാധ്യത മുൻകൂട്ടി പ്രവചിക്കാനും പ്രമേഹ രോഗികളെയും അമിതവണ്ണമുള്ളവരെയും കൃത്യമായി നിരീക്ഷിക്കാനും AI സാങ്കേതികവിദ്യ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന വിഷയത്തിലും വിശദമായ സംവാദങ്ങളും ചർച്ചകളും നടക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിദഗ്ധരും ഗവേഷകരുമാണ് 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുക. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.